സുരേഷ് ഗോപി രണ്ട് പ്രധാന വെല്ലുവിളികൾ കൂടി നടത്തിയിരുന്നു. അതിലൊരു വെല്ലുവിളി, two films. Does Mr. Brittas or his Kairali channel or his chairman in the Kairali channel, who is a leading actor in the Malayalam film industry. കൈരളി ടിവിയുടെ ചെയർമാനായ മമ്മൂട്ടിക്കും ഈ സിനിമ അവരുടെ ചാനലിൽ സംപ്രേഷണം ചെയ്യാൻ ധൈര്യമുണ്ടോ എന്നുള്ളതായിരുന്നു സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ വെല്ലുവിളി. Do they have the guts? ഈ സ്വഭാവം ഇനിയെങ്കിലും നിർത്തണമെന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ. എനിക്കറിയാം ദാസന്റെ പ്രശ്നം. ഇവിടെ മമ്മൂട്ടിയുടെ പേര് പ്രത്യക്ഷത്തിൽ പറയുന്നില്ല എങ്കിലും കൈരളി ടിവിയുടെ ചെയർമാൻ ആരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല, ജയിൽവാസവും തനിക്ക് ഫലം. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കുരുട്ട് ബുദ്ധിയൊക്കെ തനിക്ക് തോന്നുന്നത്. I do not wish to take his name because he is a noble soul. പക്ഷെ പതപ്പിക്കരുത്. സുരേഷ് ഗോപി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മമ്മൂട്ടി എൻ്റെ സഹോദരന് തുല്യനായിട്ടുള്ള ഒരാളാണ്, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. ഒരു കേന്ദ്ര സഹമന്ത്രിയാണെന്നുള്ളത് കറക്റ്റാണ്, പക്ഷേ ഗൗരവത്തിലെടുക്കരുത്. അദ്ദേഹത്തിനോട് നമ്മളൊരു സഹാനുഭൂതി നമ്മൾ പ്രകടിപ്പിക്കണം. ജോൺ ബ്രിട്ടാസ്, മുന്ന എന്നും ജൂദാസ് എന്നും രണ്ട് പേരുകളാണ് പറയുന്നത്. ഞാൻ തന്നെയാണെന്ന് പുള്ളിക്ക് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ ഒരു കുറ്റബോധം കൊണ്ടായിരിക്കാം. അദ്ദേഹം അല്പം നിഷ്കളങ്കനാണ്, അതുകൊണ്ടായിരിക്കും സംഭവിച്ചത്. ഇന്നേ വരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ.